അയാൾ അങ്ങനെ ചേറെ താഴെ വീണത് ആരാണ് തള്ളിയിട്ടത് എന്നൊക്കെ നോക്കാൻ വേണ്ടി പത്മിനിയും ഈ കൽപ്പനയും കൂടിയിട്ട് വീട് മൊത്തം അങ്ങ് സെർച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ ആരും അവിടെ കാണുന്നൊന്നുമില്ല. ഉർവശിയാണെങ്കിൽ അവിടെ ചെടീൻ്റെ ഉള്ളിലും അങ്ങ് ഒളിച്ച് നിൽക്കുവാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും പോയിട്ട് ഈ ചേറനോട് ഇങ്ങനെ വന്ന് പറയുന്നുണ്ട്, അതെ ഞങ്ങളിവിടെ എല്ലായിടത്തും നോക്കി, ഇവിടെ ആരും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ചേറ പറയുന്നുണ്ട്, ചന്ദ്രു എനിക്ക് ഉറപ്പാണ് എന്നെ പിറകിൽ നിന്ന് ആരോ തള്ളിയിട്ടതാണ്, അങ്ങനെയാണ് ഞാൻ വീണത്, അതെനിക്ക് ഉറപ്പാണ് എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ ചന്ദ്രശേഖരൻ ഇവരോട് ഇങ്ങനെ പറയുന്നുണ്ട്, അല്ല സാറ് പറഞ്ഞത് കേട്ടില്ല, അവൾ ആരോ തള്ളിയിട്ടതാണ് എന്നാണ് സാറ് പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പത്മിനോടും കൽപ്പനയോടും കൂടി അങ്ങ് പറയണേ. അപ്പോൾ ഈ കൽപ്പന അങ്ങനെ തിരിച്ചു ചോദിക്കുന്നത്, അതിന് ചെറിയച്ച ഞങ്ങളോട് എന്തിനാണ് ചോദിക്കുന്നത്, ചെറിയച്ചൻ വന്നതിന് ശേഷമല്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്, പിന്നെ ചെറിയച്ചൻ വരുന്നതിൻ്റെ മുന്നേ ഞങ്ങൾ ഇവിടുന്ന് തള്ളിയിട്ട് അങ്ങ് പോകാനുള്ള സമയമുണ്ടോ, ഞങ്ങളൊന്നും അല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ഇവരോടങ്ങ് പറയണേ. അപ്പോൾ ഈ സാറ് പറയുന്നുണ്ട്, അത് ശരിയായി ഇവരൊന്നും അല്ല, പക്ഷെ വേറെ ആരോ എന്നെ പിറകിൽ നിന്ന് തള്ളിയിട്ടതാണ്, അങ്ങനെയാണ് ഞാൻ വീണത് എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഈ ചന്ദ്രശേഖരന് പെട്ടെന്ന് അവളെ എണീപ്പിച്ചിട്ട് വാ എന്തായാലും ഇവിടുന്ന് എണീറ്റ് വാ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെയും കൊണ്ട് അങ്ങ് പോവുകയാണ്. പോയി കഴിഞ്ഞതിന് ശേഷം ഈ കൽപ്പന ഇങ്ങനെ ഈ പത്മിനോട് പറയുന്നുണ്ട്, അല്ല നമ്മളോട് എന്തിനാ പറയുന്നത് തള്ളിയിട്ടു എന്നൊക്കെ, നമ്മളൊന്നും അല്ലല്ലോ തള്ളിയിട്ടത് എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ ഈ പത്മിനി പറയുന്നുണ്ട്, അത് പിന്നെ ഓരോ കാര്യങ്ങൾ ചെയ്ത് പാപത്തിനുള്ള ശിക്ഷയായിരിക്കും വേണമെങ്കിൽ ഈ വീഴ്ചയൊക്കെ, അല്ലാതെ ഇപ്പം എന്ത് പറയാനാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരിങ്ങനെ ആരാ എന്താണെന്ന് അറിയാതെ നിൽക്കുകയാണ്. ആ സമയം കൊണ്ട് ഉർവശി നേരെ ഗസ്റ്റ് ഹൗസിലേക്ക് അങ്ങ് ഓടിപ്പോയിട്ടുമുണ്ട്. പിന്നെ മെൻ്റൽ ഹോസ്പിറ്റലിൽ അമൃതയെടുത്തി ഭയങ്കര ടെൻഷനിലാണ്. കാരണം റൂമിൽ ഇതുവരെ ശ്യാമ ഉണർന്നിട്ട് പോലില്ല, ആ ഉറക്കം തന്നെയാണ്. അപ്പോൾ ഇതുവരെ ബോധം എന്താ വരാത്തതെന്നൊക്കെ വിചാരിച്ച് ഭയങ്കര ടെൻഷനായി നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഒരു നേഴ്സ് ആ റൂമിലേക്ക് അങ്ങ് കയറി വരികയാണ്. അപ്പോൾ ആ കയറി വരുമ്പോൾ തന്നെ ഈ അമൃതയെടുത്തിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ഇവരോട് അങ്ങ് കാര്യത്ത് അങ്ങ് സംസാരിക്കാൻ തുടങ്ങുകയാണ് അമൃതയെടുത്തി. അല്ല ഇവർ ഇതുവരെയായിട്ട് എണീറ്റിട്ടില്ല, ശ്യാമ കിടക്കുന്നൊരു കിടപ്പ് കണ്ടില്ലേ, നിങ്ങൾ എന്ത് മരുന്നാണ് അവർക്ക് കൊടുത്തത്, എനിക്ക് ആ ഡോക്ടറെ ഒന്ന് കാണണം, ഡോക്ടറോടൊന്ന് പരിശോധിക്കാൻ പറ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ നേഴ്സ് പറയുന്നുണ്ട്, അത് അവർ ഉണർന്നോളും, നിങ്ങളിങ്ങനെ ബഹളമൊക്കെ ഒന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ ഈ അമൃതയെടുത്തി അവരോട് അങ്ങ് കയർത്തങ്ങ് സംസാരിക്കാനേ, നിങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ കുത്തി വെക്കുന്നത്, എന്തെങ്കിലും ശ്യാമക്ക് സംഭവിച്ചാൽ എന്ത് ചെയ്യാനാണ്, ഈ ഡോക്ടറാണെങ്കിൽ ഇയാളൊരു ഡോക്ടറാണോ അത് വല്ല ഗുണ്ടയുടെ തലവനാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് അയാളെ അങ്ങ് ദേഷ്യപ്പെട്ട് അങ്ങ് സംസാരിക്കണം. ആ സമയത്തൊക്കെ ആ ഡോക്ടർ ആ വാതിലിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അമൃതയെടുത്തി ആണെങ്കിൽ അത് കണ്ടിട്ടുമില്ല. അപ്പോൾ ഈ അമൃതയെടുത്തി അങ്ങനെ പറയുന്നുണ്ട്, ഒരു ഗുണ്ടയുടെ തലവനാണ്, എന്തൊരു ഡോക്ടറാണിത്, ഇയാളെ എങ്ങാനും കൈ കിട്ടിയാലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ദേഷ്യപ്പെട്ടാങ്ങ് സംസാരിക്കണം. ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് അങ്ങ് പുറത്തിറങ്ങുന്ന സമയം ഉണ്ടാവില്ല, ആ പുറത്തിറങ്ങുന്ന സമയത്ത് അയാളെ ഞങ്ങളൊരു പാഠം പഠിപ്പിക്കും, അത് കണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ നേഴ്സ് പറയുന്നുണ്ട്, നിങ്ങൾ ശബ്ദം ഒന്ന് താഴ്ത്തി സംസാരിക്കുക, അല്ലെങ്കിൽ ആ ഡോക്ടർ കേട്ട് ഇങ്ങോട്ട് വരും എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ ഈ അമൃതയെടുത്തി പറയുന്നുണ്ട്, ഡോക്ടർ കേട്ട് വരുന്നിട്ട് എന്താ, എനിക്കൊരു യാതൊരു കുഴപ്പമില്ല, എനിക്ക് അവരെ ഒന്നും പേടിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ ഈ ഒരു സംസാരം കേൾക്കുന്ന സമയത്ത് ലാസ്റ്റ് ഈ ഡോക്ടർ അങ്ങ് കൈ കൊട്ടി അങ്ങ് വെൽ ഡൺ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് കൈ കൊട്ടുകയാണ്. അപ്പോഴാണ് അമൃതയെടുത്തി ആ ഒരു കാഴ്ച കാണുന്നത്, ഈ ഡോക്ടർ ഇതെല്ലാം കേട്ട് ആ വാതിലിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. അപ്പോൾ പിന്നെ ഈ അമൃതയെടുക്ക് ചെറിയൊരു ഭയമൊക്കെ വരികയാണ്. ഇതുവരെ എനിക്ക് അയാളെ പേടിയൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ കാണുമ്പോൾ ഉള്ളൊരു ചെറിയ ഭയമൊക്കെ എന്തായാലും അമൃതയെടുത്തേക്ക് ഉണ്ട്. അപ്പോൾ ഇയാളിങ്ങ് നേരെ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അല്ല നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു, നിങ്ങളെന്താ പറഞ്ഞത്, നിങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് പുറത്ത് പോയാൽ നിങ്ങൾ എന്നെ ഒരു പാഠം പഠിപ്പിക്കുമെന്നില്ലേ, അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് പുറത്ത് പോകാതെ നോക്കുക എന്നുള്ളതാണ്. കാരണം ഇത് എന്ന് പറയുന്നത് എൻ്റെ സാമ്രാജ്യമാണ്, ഇവിടെ ആരും എനിക്കെതിരെ സംസാരിക്കാൻ പാടില്ല, എനിക്കെതിരെ ഒരു നാവ് പോലും ആരും ഇവിടുന്ന് ഉയർത്താൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ ഇയാളങ്ങ് പറയാണ്. എന്നിട്ട് ഈ അമൃതയെടുത്തിനോട് പറയുന്നുണ്ട്, എന്തായാലും ഇരിക്കുക എന്നൊക്കെ പറയാണ്. അപ്പോൾ അമൃതയെടുത്തി അവിടെ കട്ടിലിൽ ഇരിക്കുന്നില്ല. അപ്പോൾ ഇരിക്കടോ എന്ന് ഒന്നുകൂടി അങ്ങ് പറയാണ്. അപ്പോഴും അമൃതയെടുത്തി മൈൻഡ് ചെയ്യാതെ അങ്ങനെ നിൽക്കണം. അപ്പോൾ ഇയാൾ ദേഷ്യത്തിൽ അങ്ങ് പറഞ്ഞു, ഇരിക്കാനാണ് പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ ഈ അമൃതയെടുത്തി പെട്ടെന്ന് തന്നെ ആ കട്ടിലിൽ അങ്ങ് ഇരിക്കുകയാണ്. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, കട്ടിലല്ല താഴെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആ തറയിൽ അങ്ങ് ഇരുത്താണ്. അപ്പോൾ ഈ അമൃതയെടുത്തി താഴെ അങ്ങ് ഇരിക്കുകയാണ്. എന്നിട്ട് ഇയാളോ ഇങ്ങനെ പറയാണ്, ഇത് എൻ്റെ സാമ്രാജ്യമാണ്, ഇവിടെ ഞാൻ ഇഷ്ടമുള്ളത് ചെയ്യും, എനിക്ക് ഇഷ്ടമുള്ളവരെ കൊല്ലും, എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യും, പിന്നെ ഇവർക്ക് കൊടുത്ത അതുപോലത്തെ ഒരു ഡോസ് ഞാൻ നിനക്കും തരും, നീ എങ്ങാനും ഇനി ഇവിടുന്ന് ശബ്ദം ഉയർത്തി സംസാരിച്ചാൽ, ഇവിടെ ഒരുപാട് റൂമിൽ ആളുകളുണ്ടല്ലോ, ഒറ്റൊരാൾ പോലും ഇവിടുന്ന് ശബ്ദം ഉയർത്തി സംസാരിക്കുന്നില്ല, നീ ഒരു ഒറ്റൊരാൾ മാത്രമാണ് ഇവിടെ ശബ്ദം ഉയർത്തി സംസാരിക്കുന്നത്, ഇനി എങ്ങാനും നിൻ്റെ നാവ് പൊന്തിയാൽ ഇവർക്ക് കൊടുത്ത ഡോസിൻ്റെ ഡബിൾ ഇരട്ടി ഞാൻ നിനക്കും കുത്തിവെക്കും, പിന്നെ ആ ഡോസിൻ്റെ അളവ് അങ്ങ് കൂടിപ്പോയാൽ പിന്നെ ജീവിച്ചിരിക്കുമോ ഇല്ല എന്നൊന്നും യാതൊരു ഉറപ്പില്ല, ചിലപ്പോൾ അങ്ങ് മരിച്ചു പോകും, നിനക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ജീവിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ കയ്യിന്
അയാളുടെ ഷൂസ് കൊണ്ട് അങ്ങ് ചവിട്ടി അങ്ങ് ഞെരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്തൊക്കെ അമൃതയെടുത്തി അങ്ങ് വേദന കൊണ്ട് പൊളയുന്നുണ്ട്, കരയുന്നുണ്ട്. പക്ഷേ ഇയാൾ ആ ഒരു കാലങ്ങ് വിടുന്നില്ല. അയാളിങ്ങനെ ഈ അമൃതയെടുത്തിയുടെ കൈ അങ്ങ് ചവിട്ടി ചവിട്ടി അങ്ങ് നന്നായിട്ട് അങ്ങ് ഞെരിക്കുന്നുണ്ട്. അവസാനം അങ്ങനെ കാലങ്ങ് കയ്യിൽ നിന്ന് അങ്ങ് മാറ്റിയിട്ടിട്ട് ആ നഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഒരു കോട്ടൺ എടുത്തിട്ട് അവളുടെ കൈ എടുത്തിട്ട് ആ കൈയൊക്കെ ഇങ്ങനെ തുടച്ചങ്ങ് വൃത്തിയാക്കുകയാണ്. ഇനി ഇവിടുന്ന് ശബ്ദം ഉയർത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഡോക്ടർ അവർ പോക്കങ്ങ് പോകുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ നഴ്സ് ഇവരോട് പറയുന്നുണ്ട്, നിങ്ങളിത് ചോദിച്ച് വാങ്ങിയതല്ലേ, ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ മിണ്ടാതിരിക്കാൻ, എന്നിട്ട് നിങ്ങൾ ചോദിച്ച് വാങ്ങിയ ഇത് തന്നെ അല്ലേ, അങ്ങനെ ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആ നഴ്സും അവിടെ നിന്ന് അങ്ങ് പോവാണ്. അപ്പോൾ ഇവരങ്ങ് പോയി കഴിഞ്ഞതിന് ശേഷം അമൃതയെടുത്തി ഭയങ്കരമായിട്ട് അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടുന്ന് ഒന്ന് രക്ഷപ്പെടാൻ യാതൊരു മാർഗ്ഗവുമില്ല. പിന്നെ ആറ്റുവാശ്ശേരിയിലാണെങ്കിൽ ഈ രാധിക ഈ വരുണിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുകയാണ്, ആ ഒരു മെൻ്റൽ ഹോസ്പിറ്റലിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ. രാധിക പറയുന്നുണ്ട്, എനിക്ക് നല്ല സംശയമുണ്ട്, അവിടെ എന്തോ ഒരു പ്രശ്നമുള്ളൊരു ഹോസ്പിറ്റലാണ് എന്നൊക്കെ ഇങ്ങനെ ഈ രാധിക പറയുമ്പോൾ ഈ വരുണ് ചോദിക്കുന്നുണ്ട്, അത് നിനക്ക് ഉറപ്പാണല്ലേ, അതെന്തോ ഒരു പ്രശ്നമുള്ളൊരു ഹോസ്പിറ്റലാണ് എന്നൊക്കെ ഇങ്ങനെ ഇവനും ചോദിക്കുകയാണ്. അപ്പോൾ ഈ രാധിക പറയുന്നുണ്ട്, ലച്ചു പറഞ്ഞ കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്, ലച്ചു എന്നോട് പറഞ്ഞു ചെയ്ത് അവിടെ എന്നെപ്പോലെ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എൻ്റെ അമ്മയായിരിക്കുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ വരുണ് പറയുന്നുണ്ട്, അങ്ങനെ നിനക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ നമുക്കത് തീർക്കുക തന്നെ വേണം. പിന്നെ വേറൊരു കാര്യം, അമ്മനെ നമ്മളെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത ആളുകൾ നമ്മൾ കാണാത്തയിടത്തേക്ക് ദൂരെയല്ലേ കൊണ്ടുപോകേണ്ടത്. പക്ഷേ ഈ അമ്മ എന്ന് പറയുന്നത് ആ മെൻ്റൽ ഹോസ്പിറ്റലിൽ എത്താൻ എന്താ വഴി, എങ്ങനെ ആയിരിക്കും അവിടെ എത്തുന്നത്, അതിനുള്ള സാധ്യത വളരെ കുറവല്ലേ എന്നൊക്കെ ഇങ്ങനെ രാധികനോട് ചോദിക്കുകയാണ്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, പക്ഷേ ആ ലച്ചു പറഞ്ഞ കാര്യം തന്നെ എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുകയാണ്. ഒന്നുകിൽ എനിക്ക് ആ ഹോസ്പിറ്റൽ മൊത്തം ഒന്ന് നടന്ന് കണ്ടിരുന്നെങ്കിൽ, ആ റൂമുകളൊക്കെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ എൻ്റെ മനസ്സിലുള്ള ഡൗട്ടൊക്കെ പോകുമായിരുന്നു. പക്ഷേ അതിന് പോലും സാധിച്ചില്ല. അവരെന്തൊക്കെയോ ക്രൂരമായിട്ട് പെരുമാറുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി. അതുകൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ അമ്മ അവിടെ ഉണ്ടാവും തന്നെ എൻ്റെ മനസ്സ് പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ഈ രാധിക അങ്ങ് പറയാണ്. അപ്പോൾ വരുണ് പറയുന്നുണ്ട്, നിൻ്റെ അമ്മയുടെ കാര്യം ആയതുകൊണ്ടായിരിക്കും നിനക്ക് ഇങ്ങനെ കൂടുതൽ പ്രതീക്ഷ. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, നീ ഇങ്ങനെ ഓവറായിട്ടൊന്നും പ്രതീക്ഷ വെക്കല്ലേ, അവസാനം അത് നിരാശയായിരിക്കും. പക്ഷേ നമുക്കെന്തായാലും അവിടെ ഒന്ന് പോയി നിനക്കൊരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് കൺഫേം ചെയ്യാം, നമുക്ക് അവിടെ മൊത്തത്തിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. എന്തായാലും അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് നാളെ തന്നെ ഏട്ടനെയും കൂട്ടിയിട്ട് ആ ഹോസ്പിറ്റലിൽ ഒന്ന് പോയാലോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ രാധിക ചോദിക്കുന്നുണ്ട്, നാളെ തന്നെ പോവുക എന്നൊക്കെ അങ്ങനെ ചോദിക്കുമ്പോൾ ഈ വരുണ് പറയുന്നുണ്ട്, അതെ നാളെ തന്നെ. അങ്ങനെ നിനക്കൊരു സംശയം ഉണ്ടെങ്കിൽ നീട്ടി വെക്കൊന്നും വേണ്ട, അപ്പം തന്നെ ആ സംശയം അങ്ങ് തീർക്കണം. അതുകൊണ്ട് നമുക്ക് നാളെ തന്നെ നേരെ അങ്ങ് വിടാം. അവിടെ പോയിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും നിൻ്റെ അമ്മ അവിടെ ഉണ്ടോ ഇല്ല എന്നൊക്കെ സെർച്ച് ചെയ്തിട്ട് അങ്ങ് പോരാം. എന്തായാലും നിൻ്റെ മനസ്സിനൊന്ന് ഒരു ആശ്വാസം കിട്ടട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ രാധിക ഇങ്ങനെ പറയുന്നുണ്ട്, താങ്ക്സ് വരുണ് ഇങ്ങനെയൊക്കെ ചെയ്ത് തന്നേന് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ വരുണ് പറയുന്നുണ്ട്, താങ്ക്സ് എന്തിനാ, ഇപ്പോൾ ശ്യാമ മേഡത്തിനെ ഈ കണ്ടെത്തുക എന്നുള്ളത് എൻ്റെയും കൂടി ആവശ്യമാണ്. പിന്നെ എന്തായാലും അതിന് തന്നെ നമുക്ക് നാളെ തന്നെ അങ്ങ് ഇറങ്ങാം എന്നൊക്കെ ഇങ്ങനെ ഇവളോട് അങ്ങ് പറയാണ്. പിന്നെ കണിമംഗലത്താണെങ്കിൽ രാത്രിയായിട്ടുണ്ട്. ഈ ചന്ദ്രശേഖരനും സാറിനെയും കൊണ്ട് അങ്ങ് പുറത്തിറങ്ങിയിരിക്കുകയാണ്. അവരുടെ കാറിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ചെല്ലുകയാണ്, എവിടേക്കോ ഒന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്ക് ഈ സാറിനെയും പിടിച്ചുകൊണ്ട് അങ്ങനെ ഈ ചന്ദ്രശേഖരൻ കാറിൻ്റെ അടുത്ത് അങ്ങ് നിൽക്കുന്നത്. പക്ഷേ ഒരു കാടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നമ്മുടെ ഉർവശി അങ്ങ് ഒളിച്ചിരുന്നിട്ട് ഇവരെന്താ സംസാരിക്കുന്നതെന്നൊക്കെ കേൾക്കുന്നുമുണ്ട്. അപ്പോൾ ഈ ചന്ദ്രശേഖരനോട് സാറിങ്ങനെ പറയുന്നുണ്ട്, ചന്ദ്രു എന്നെ ആരോ തള്ളിയിട്ടതാണ്, അക്കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ ചന്ദ്രശേഖരൻ പറയാണ്, അതൊക്കെ ചിലപ്പോൾ നിൻ്റെ തോന്നലായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഈ സാറ് പറയുന്നുണ്ട്, അതെ ഞാനൊരു കാര്യം പറയട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ചന്ദ്രശേഖരൻ ഓക്കെ നീ പറ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കണേ. അപ്പോൾ ഈ സാറ് പറയുന്നുണ്ട്, ഈ വീട് എന്ന് പറയുന്നത് കുറച്ച് പൂജാകർമ്മങ്ങളും പൂജയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന വീടല്ലേ, പെട്ടെന്ന് അതങ്ങ് നിർത്തിയതല്ലേ, അത് ഈ പൂജ ചെയ്യുന്ന ആളുകളൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ദ്രോഹം സംഭവിച്ചാലോ അവർ വീട്ടിൽ നിന്ന് പുറത്താക്കിയാലോ ഒക്കെ അവർ ദൈവകോപം ഉണ്ടാകും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. കാരണം അവർ ദൈവമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. അപ്പോൾ അവർക്ക് ആ ഒരു ദൈവത്തിൻ്റെ ചെറിയൊരു പവർ ഉണ്ടാകും. അപ്പോൾ അവരങ്ങ് വീട്ടിൽ നിന്ന് പുറത്ത് പോയാൽ ആ വീടിന് ദൈവകോപം ഉണ്ടാകും എന്നൊക്കെ ഉണ്ട്. നമുക്കൊരു പൂജാരിയെ കൊണ്ടുവന്നിട്ട് ഇവിടെ എന്തെങ്കിലും ഒന്ന് പ്രശ്നം ഉണ്ടോ എന്നൊന്ന് പ്രശ്നം വെപ്പിച്ചാലോ എന്നൊക്കെ ചോദിക്കാണ്. അപ്പോൾ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, നിനക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ നമുക്കതെന്തായാലും തീർക്കാം, നീ ഇപ്പോൾ ഇങ്ങനെ മനസ്സ് വേദനിക്കുന്നത് തന്നെ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ സാറ് ചോദിക്കുന്നുണ്ട്, അത്രയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ ചന്ദ്രശേഖരനും പറയുന്നുണ്ട്, ഇല്ല സാറാ, എനിക്ക് ഇപ്പോൾ ഒരു വീഴ്ച തന്നെ എൻ്റെ മനസ്സിന് എത്രമാത്രം, എൻ്റെ ഹൃദയം എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആണോ ശരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവർ കൈയൊക്കെ ചേർത്ത് അങ്ങനെ പിടിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ ആണെങ്കിൽ ഉർവശിക്ക് അവരുടെ സർവ്വ കൺട്രോളും പോയി ആ കാടിൻ്റെ ഉള്ളിൽ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഉർവശി അങ്ങ് പുറത്ത് വരികയാണ്. ഈടാ അത്രയ്ക്ക് അങ്ങ് വേദനിക്കുന്നുണ്ടെങ്കിൽ ആ ഹൃദയം എനിക്കൊന്ന് കാണണമല്ലോ ചന്ദ്രേട്ട എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യത്തിൽ അങ്ങ് മുന്നിലേക്ക് അങ്ങ് വരികയാണ്.
അപ്പോൾ ഇവർ നീ എന്താ ഇവിടെ എന്നൊക്കെ അങ്ങനെ ഈ ചന്ദ്രശേഖരൻ അങ്ങ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, ചന്ദ്രശേഖരനോട് ഈ ഉർവശി അങ്ങ് പറയാണ്, അത് എന്തൊക്കെയാണ് എൻ്റെ ചന്ദ്രേട്ട ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ വിചാരിച്ചത് പോലുമില്ല. ഈ പെണ്ണ് നിങ്ങളുടെ കൂടെ ഇങ്ങനെ കൊഞ്ചി കുഴഞ്ഞ് ആടുന്നത് കണ്ടിട്ട് ഇവളൊരു മോശം സ്ത്രീയാണെന്ന് ഈ ചന്ദ്രേട്ടൻ എന്താ മനസ്സിലാക്കാത്തത് എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ ശേഖരൻ അങ്ങനെ പറയുന്നുണ്ട്, ചന്ദ്രു എന്നൊക്കെ ഇങ്ങനെ വിളിക്കുകയാണ്. അപ്പോൾ പിന്നെ ഈ ഉർവശി വീണ്ടും ഇവരങ്ങ് കയർത്ത് സംസാരിക്കണം. അയ്യോ ചന്ദ്രു ബേഗമൊക്കെ ഇട്ടിട്ട് സ്കൂളിലേക്ക് അങ്ങ് പറഞ്ഞേക്കാൻ നിൽക്കുകയാണല്ലോ, ചന്ദ്രു എന്നൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോകുമോ എന്നൊക്കെ അങ്ങനെ ഈ ഉർവശി അങ്ങ് ദേഷ്യത്തിൽ ഇയാളോട്ട് അങ്ങ് സംസാരിക്കണം. അപ്പോൾ പിന്നെ ചന്ദ്രശേഖരൻ ദേഷ്യത്തിൽ ഈ ഉർവശിയുടെ അടുത്തേക്ക് അങ്ങ് വരികയാണ്. ഇനി എന്താടി സാറിനെ പറ്റി പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് തല്ലാൻ അങ്ങ് ഒരുങ്ങുകയാണ്. അപ്പോൾ ഈ ചന്ദ്രശേഖരനോട് ഈ സാറ് പറയുന്നുണ്ട്, ചന്ദ്രു വേണ്ട, അവർക്ക് ഈ മാറാരോഗമൊക്കെ ഉള്ളതാണ്, എന്തൊക്കെ ഈ പകർച്ചവ്യാധിയൊക്കെ ഉള്ളതുകൊണ്ട് ചന്ദ്രശേഖരൻ അവളെ തൊടണ്ട, കാരണം ചന്ദ്രുവിന് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചേ പിന്നെ എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്നൊക്കെ അങ്ങനെ പറയണം. അപ്പോൾ ഈ ഉർവശിക്ക് ഇവളുടെ ഈ സ്നേഹപ്രകടനമൊക്കെ കണ്ടിട്ട് വീണ്ടും അങ്ങ് കയർത്ത് സംസാരിക്കാനൊക്കെ തോന്നുന്നു. അപ്പോൾ ഈ ഉർവശി അങ്ങ് ദേഷ്യത്തിൽ പറയുന്നുണ്ട്, അയ്യടാ എന്തൊരു സ്നേഹം, നിന്നെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടത്, ഇത്രയും മോശപ്പെട്ട സ്ത്രീയാണെന്ന് എന്തൊരു ചന്ദ്രശേഖരനെ മനസ്സിലാക്കാത്തത്. എനിക്കൊരു അസുഖം വന്നപ്പോൾ എന്നെ നിങ്ങൾ ഇവിടുന്ന് ഗസ്റ്റ് ഹൗസിലേക്ക് മാറ്റി, എന്നെ വീട്ടിൽ നിന്ന് തന്നെ ചന്ദ്രേട്ടൻ പുറത്താക്കി, എന്നിട്ട് നമ്മൾ രണ്ടാളും കിടന്നിരുന്ന റൂമിൽ നിങ്ങൾ രണ്ടുപേരും ഇരുന്ന് അങ്ങനെ സംസാരിക്കുന്നു, അട്ടാസിക്കുന്നു, ഈ ചന്ദ്രേട്ടന് നാണാവുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, അതൊക്കെ ഉണ്ടാകും, അതൊക്കെ സഹിച്ച് ഇവിടെ നിൽക്കാൻ കഴിയുകയാണെങ്കിൽ നിന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഉർവശി പറയുകയാണെങ്കിൽ എനിക്കാണെങ്കിൽ ഇതൊന്നും സഹിച്ച് നിൽക്കാൻ കഴിയില്ല എന്നൊക്കെ അങ്ങനെ പറയാണ്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നീ വീട്ടിൽ നിന്ന് ഇറങ്ങി പോക്കോണം, ഇതെന്ന് പറയുന്നത് സേറയുടെ വീടാണ്, അപ്പോൾ സേറയുടെ വീട്ടിൽ നിനക്ക് സഹിച്ച് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി വല്ല തെരുവിലും പോയി തിണ്ട് എന്നൊക്കെ അങ്ങനെ പറയാണ്. അപ്പോൾ ഈ സേറ പറയുന്നുണ്ട്, ചന്ദ്രേട്ടാ ഒന്നും മിണ്ടാതിരിക്കുക, പിന്നെ ഞാനൊരു കാര്യം പറയാം, ഈ വീട് എന്ന് പറഞ്ഞാൽ എൻ്റെ വീടാണ്, എനിക്കും ചന്ദ്രുവിനും ഇവിടെ ഒരു പ്രൈവസി തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്കൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും എന്നുള്ളത് യാതൊരു സംശയവും ഇല്ല എന്നൊക്കെ അങ്ങനെ പറയാണ്. എന്നിട്ട് ചന്ദ്രശേഖരനും ഈ ഉർവശിനെ കുറച്ചൊക്കെ ഔട്ട് ചെയ്യാണ്, കുറച്ച് വാൺ ചെയ്യാനും, മര്യാദക്ക് അടങ്ങി ഒതുങ്ങി ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ മിണ്ടാതെ ഇരിക്കുകയാണെങ്കിൽ ഇവിടെ അങ്ങ് ജീവിച്ചു പോവാം, അല്ലെങ്കിൽ ഇവിടുന്ന് ഇറങ്ങി പോകേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് ആ സാറിനെ കൊണ്ടങ്ങ് പോവുകയാണ്. സാറിനെ കൊണ്ടുപോയി കഴിഞ്ഞതിന് ശേഷം ഉർവശിയുടെ ആ ദേഷ്യമൊക്കെ മാറി ഭയങ്കര നിരാശ അങ്ങ് വരികയാണ്. അപ്പോൾ ഉർവശി ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവമേ എൻ്റെ ജീവിതം കൈവിട്ട് പോവുകയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരെ നോക്കി അങ്ങനെ നിൽക്കുന്നൊക്കെ ഉണ്ട്. ആ മെൻ്റൽ ഹോസ്പിറ്റലിലാണെങ്കിൽ പിന്നെ അമൃതേർത്തി വീണ്ടും ഇങ്ങനെ ഈ ശ്യാമ ഉണരുന്നോ കാത്തിരിക്കുകയാണ്. പക്ഷേ ഈ ശ്യാമ ഉണരുന്നൊന്നുമില്ല. അപ്പോൾ ഇവർ പെട്ടെന്ന് തന്നെ ജനവാതിലിന് ഉള്ളിലൂടെ പുറത്തേക്ക് അങ്ങ് നോക്കുകയാണ്, ആരോടെങ്കിലും ഒന്ന് സഹായം ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു നഴ്സ് അങ്ങനെ പോകുമ്പോൾ അവരെ അങ്ങ് പിടിച്ച് നിർത്തുന്നുണ്ട്. അതെ ഈ ശ്യാമ ഇതുവരെ എണീറ്റിട്ടില്ല, നിങ്ങൾ ഒന്ന് നോക്കൂ, എന്താ പ്രശ്നം എന്നാൽ ഡോക്ടറോടൊന്ന് നോക്കാൻ പറയുക എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ ഈ നഴ്സ് ഒരു സ്നേഹമോ അല്ലെങ്കിൽ ഒരു കെയറിങ്ങും ഇല്ലാതെ അങ്ങ് സംസാരിക്കുകയാണ്. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, അതെ അവർ കുറച്ച് കഴിഞ്ഞാൽ ഉണരും, അപ്പോൾ ഉണരുമ്പോൾ എന്തായാലും ബോധം വരികയൊക്കെ ചെയ്യും, ഇവിടെ ഇങ്ങനെ ബഹളം ഉണ്ടാക്കാതെ അവിടെ മിണ്ടാതെ ഇരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അങ്ങ് പോവുകയാണ്. അപ്പോൾ ഈ അമൃതേർത്തിക്കാണെങ്കിൽ ഒരു സ്വസ്ഥയും കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെ അടുത്ത് ഇങ്ങനെ വന്ന് അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഈ ശ്യാമക്ക് അങ്ങ് ഈ ഒരു ബോധം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്യാമ അങ്ങനെ ഉണരുന്നുണ്ട്, തല ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ട്, അവരങ്ങനെ കരയുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഈ എൻ്റെ രാധിക മോളെ എവിടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പൊട്ടി കരയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ശ്യാമക്ക് ബോധം വന്നല്ലോ എന്നുള്ള ആശ്വാസത്തിലാണെങ്കിൽ അമൃതക്കും ചെറിയൊരു ആശ്വാസം വരികയാണ്. ഇതുവരെ ബോധം വരാതിരുന്ന ആ ഒരു സമയത്ത് കുറച്ച് ബോധം വന്നല്ലോ എന്നുള്ളൊരു ആശ്വാസം. എന്നിട്ട് അമൃതേർത്തി പറയുന്നുണ്ട്, ആരെങ്കിലും ഒന്ന് രക്ഷിക്കാൻ വേണ്ടി ഇവിടെ ഒന്ന് വന്നിരുന്നെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സൂര്യയും വരുണും രാധികയും കൂടിയിട്ട് കാറിൽ അങ്ങ് ആ മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് അങ്ങ് വരികയാണ്. അപ്പം ഈ ഗേറ്റിനടുത്ത് തന്നെ ഒരു സെക്യൂരിറ്റി ഉണ്ട്. അപ്പോൾ ഇവർ പെട്ടെന്ന് ഇറങ്ങിയിട്ട് അങ്ങ് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ സെക്യൂരിറ്റി അവരെ അങ്ങ് തടയുന്നുണ്ട്. അത് എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഇവർ പറയുന്നുണ്ട് ഡോക്ടർ കാണാനാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു സെക്യൂരിറ്റി ഡോക്ടർ അപ്പോയിൻമെൻറ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഇവർ പറയുന്നുണ്ട് അപ്പോയിൻമെൻ്റ് ഒന്നും എടുത്തിട്ടില്ല, പക്ഷേ ഞങ്ങൾക്ക് ഡോക്ടറെ നന്നായിട്ട് അറിയാം, ഞങ്ങൾ പരിചയക്കാരാണ് എന്നൊക്കെ ഇങ്ങനെ പറയണം. പക്ഷേ ഈ സെക്യൂരിറ്റി യാതൊരു വിധത്തിൽ അവരെ കയറ്റി വിടുന്നില്ല. അവർ പറയുന്നുണ്ട് അതെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല എന്നൊക്കെ അങ്ങനെ പറയാണ്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, ഈ രാധിക പറയുന്നുണ്ട് ഞങ്ങൾ 2 ദിവസം മുന്നേ ഇവിടെ വന്നതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും ഈ ഒരു സെക്യൂരിറ്റി അവരെ സമ്മതിക്കുന്നില്ല. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഇവിടെ നിന്നൊന്നും പോകാൻ പറ്റില്ല, ഡോക്ടറെ ഈ അപ്പോയിൻമെൻറ്റ് ഇല്ലാതെ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് കയറ്റുന്ന പ്രശ്നമല്ല, പിന്നെ എൻ്റെ ഡ്യൂട്ടി ടൈം മാറാനുള്ളതാണ്, നിങ്ങൾ ഓരോ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ ഇവിടെ നിന്ന് നിൽക്ക്, കുറച്ച് കഴിഞ്ഞ് എൻ്റെ ഡ്യൂട്ടി ടൈം മാറുന്നതാണ്, നിങ്ങളൊന്ന് പോയേ, എന്തായാലും നിങ്ങളെ കയറ്റുന്ന യാതൊരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ സെക്യൂരിറ്റി ഭയങ്കര സ്ട്രോങ് ആയിട്ട് അങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ ഇവർക്ക് 3 പേർക്ക് മനസ്സിലാവുകയാണ് ഇവിടെ നിന്ന് നിന്നിട്ട് കാര്യമില്ല, സെക്യൂരിറ്റി കടത്തി വിടൂലെന്ന്. അപ്പോൾ ഇവർ കാറും കൊണ്ട് കുറച്ച് അപ്പുറത്തേക്ക് അങ്ങ് മാറി അങ്ങ് വണ്ടി അങ്ങ് പാർക്ക് ചെയ്തിട്ട് അവരങ്ങ് ഇറങ്ങിയിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ഉറപ്പാണ് ഈ ഹോസ്പിറ്റലിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇത്രയും സ്ട്രോങ് ആയിട്ടൊരു സെക്യൂരിറ്റിനെ വെക്കൊന്നുമില്ല, യാതൊരു വിധത്തിൽ എന്ത് ചോദിച്ചിട്ടും അവരങ്ങ് അകത്തേക്ക് കയറ്റി വിടുന്നൊന്നുമില്ല, പക്ഷേ നമുക്ക് ഇതിനകത്ത് കയറി പറ്റുന്നെ വേണം എന്നൊക്കെ അങ്ങനെ പറയണം. അപ്പോൾ സൂര്യൻ പറയുന്നുണ്ട്
രാധികക്ക് അവളുടെ അമ്മ അകത്തുണ്ട് എന്ന് ചെറിയ സംശയം ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്തായാലും തീർത്ത് കൊടുക്കണ്ടേ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനകത്ത് തന്നെ അവളുടെ അമ്മ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ നമ്മളെങ്ങനെ അകത്ത് കിടക്കുക എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ വരുൺ ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ ചിന്തിക്കുകയാണ്. എന്നിട്ട് വരുൺ പറയുന്നുണ്ട്, അതേ അകത്ത് കിടക്കാനൊരു മാർഗ്ഗമുണ്ട്, പക്ഷേ സമയമായിട്ടില്ല. ആ സെക്യൂരിറ്റി പറഞ്ഞത് അയാളുടെ ടൈം ഇപ്പം മാറാനായിട്ടുണ്ട് എന്നല്ലേ. അപ്പോൾ നമ്മളെന്തായാലും ഇനിയും ആ സെക്യൂരിറ്റിയുടെ അടുത്തേക്ക് പോയാൽ അവർ കയറ്റി വിടില്ല. ആ സെക്യൂരിറ്റി ഒന്ന് മാറട്ടെ, ആൾ മാറിയിട്ട് നമുക്ക് അയാളുടെ അടുത്തേക്ക് അങ്ങ് പോകാം. അതുവരെ നമുക്ക് അവിടെ നിന്ന് വെയിറ്റ് ചെയ്യാം, ഒരു വഴിയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കാത്തിരിക്കുകയാണ്. പിന്നെ കണിമംഗലത്താണെങ്കിൽ ഈ ചന്ദ്രശേഖരനും സേറയും കൂടിയിട്ട് ഈ പരമേശ്വരനോടും പത്മിനിയോടും എല്ലാവരെയും വിളിച്ചിട്ട് പരമേശ്വരനോട് കാര്യം പറയാണ്. ഏട്ടാ ഈ വീടിന് എന്തൊരു പ്രശ്നമുണ്ടെന്നാണ് സേറ പറയുന്നത്, അപ്പോൾ അതൊന്ന് പ്രശ്നം വെപ്പിച്ച് നോക്കണം എന്നാണ് സേറ പറയുന്നത് എന്നൊക്കെ അങ്ങനെ പറയാണ്. അപ്പോൾ ഈ ചന്ദ്രശേഖരനോട് ഈ പരമേശ്വരൻ പറയുന്നുണ്ട്, അത് പിന്നെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നോക്കാൻ പൂജാരിമാരും അമ്പലത്തിൽ എല്ലാവരും ഇവിടെ സാധാരണ വരുന്നവരൊക്കെ ഉണ്ട്, അതുകൊണ്ട് നോക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ പറയുന്നത് ഇതുവരെ ഇങ്ങോട്ട് വരാത്ത പുതിയൊരാളെ കൊണ്ടുവരണം എന്നാണ്, അതെന്തിനാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ സേറ പറയുന്നുണ്ട്, അത് അന്തേവാസികൾക്ക് പല അഭിപ്രായങ്ങളുണ്ടാവും, പക്ഷേ ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഈ വീടിൻ്റെ ഓണറാണ്, ഞാനാണ് ഈ വീടിൻ്റെ ഓണർ, അപ്പോൾ അത് എൻ്റെ തീരുമാനമാണ് എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ ഈ പത്മിനി പറയുന്നുണ്ട്, ചന്ദ്രശേഖര, നിങ്ങളും നീയും നിൻ്റെ ഭാര്യ നിൻ്റെ മകനൊക്കെ സന്തോഷത്തോടെ ജീവിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വെപ്പിച്ച് നോക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ഈ വൈരാഗ്യമൊക്കെ വെച്ച് കണ്ട് മറ്റുള്ളവർക്ക് ദോഷം ഉണ്ടാവണേ എന്നൊന്നും വിചാരിച്ച് നിൽക്കുന്നവരൊന്നും അല്ല എന്നൊക്കെ ഇങ്ങനെ ഇവരോട് ഒരു അർത്ഥം വെച്ച് അങ്ങ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, എന്തായാലും നമുക്കൊന്ന് ഒരാളെ വെച്ചൊന്ന് നോക്കാം, എന്തെങ്കിലും വീടിന് പ്രശ്നം ഉണ്ടോ ഇല്ലേ എന്നൊക്കെ നോക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇങ്ങനെ കാത്തിരിക്കുന്ന സമയത്തായിരിക്കും പുറത്തൊരു കാറ് വരുന്നത്. അത് ആ ഒരു പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഒരാളായിരിക്കും. അപ്പോൾ ഇയാൾ നേരെ വീടിനകത്ത് കയറി വരുന്ന സമയത്ത് തന്നെ പരമേശ്വരനെ അങ്ങ് കാണാണ്. അപ്പോൾ ഈ പൂജാരി ഇയാളെങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അല്ല നിങ്ങളെ എനിക്ക് നന്നായിട്ട് അറിയാം, പരമേശ്വരന് എന്നെ ഓർമ്മയുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ പരമേശ്വരൻ ഇങ്ങനെ കുറേ മുന്നേ ഏതൊരു അമ്പലത്തിൽ വെച്ച് കണ്ട പരിചയമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, അതാണ് അന്തസ്, ഇത്ര കാലം കഴിഞ്ഞിട്ടും നിങ്ങൾക്കൊക്കെ എന്നെ ഓർമ്മയുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ എന്തായാലും എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ ഇയാളിങ്ങനെ പ്രശ്നം വെച്ച് നോക്കുന്നൊക്കെ ഉണ്ട്, കവടെ നിരത്ത് നോക്കിയിട്ട് എന്തൊക്കെയോ ഇങ്ങനെ നോക്കി കഴിഞ്ഞതിന് ശേഷം പറയുന്നുണ്ട്, ഈ വീട്ടിൽ പൂജകളൊക്കെ ചെയ്തിരുന്നത് ആരായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം ഇവരോട്. അതും ഒരു തുളസിത്തറ അങ്ങ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ തുളസിത്തറ ആരായിരുന്നു പരിപാലിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഈ കൽപ്പനയൊക്കെ പറയുന്നുണ്ട്, അത് പിന്നെ രാധികയായിരുന്നു, അവളായിരുന്നു ഇവിടെയൊക്കെ പൂജയൊക്കെ ചെയ്തിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയണം. ഇയാൾ പറയുന്നുണ്ട്, ആ പെൺകുട്ടിയായിരുന്നു ഈ വീടിൻ്റെ ഐശ്വര്യം, ആ ഐശ്വര്യമാണ് ഇപ്പോൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് അങ്ങ് പുറത്ത് പോയത് എന്നുള്ള കാര്യം പറയുകയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ആ മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് നമ്മുടെ സൂര്യ ഒരു ഭ്രാന്തനായി അഭിനയിക്കുകയാണ്. മുടിയൊക്കെ എന്തൊക്കെയോ പാരയിട്ട് അവരെ അടുത്തേക്ക് അങ്ങ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ രാധികയാണെങ്കിൽ ഒരു മാസ്കും വെച്ചിട്ടുണ്ട്. അവൻ വരുണും രാധികയും കൂടിയിട്ട് ഈ ഒരു ഭ്രാന്തനായിട്ടുള്ള സൂര്യനെയും കൊണ്ടിട്ട് ഹോസ്പിറ്റലിലേക്ക് അങ്ങ് കയറി പോകുന്നൊക്കെ ഉണ്ട്. ഇവന് അസുഖമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അഭിനയിച്ചിട്ട് അങ്ങ് കയറി പോകണം. അപ്പോൾ ഈ ഡോക്ടർ അടുത്ത് വന്ന് ഇരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ സൂര്യ ഇങ്ങനെ ബഹളം വെക്കുന്നൊക്കെ ഉണ്ട്, എന്തൊക്കെയോ ഭ്രാന്തന്മാരെ പോലെ അട്ടഹസിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വരുണിനോടും രാധികനോടും ആ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, ഈ അസുഖം തുടങ്ങിയിട്ട് എത്ര കാലമായി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ കുറച്ച് ദിവസമായി എന്നൊക്കെ ഇങ്ങനെ ഇവരോട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവർ ആ മെൻ്റൽ ഹോസ്പിറ്റലിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഇനി എങ്ങാനും അവർക്ക് ഈ രാധികൻ്റെ അമ്മനെ അവർക്ക് കണ്ടെത്താൻ കഴിയും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അവരെന്തായാലും അവിടെ ക്ലോസ് ആയിട്ടുണ്ട് ശ്യാമയായിട്ട്. അപ്പോൾ ഈ ഒരു പ്രാവശ്യം ഇവരുടെ ട്രൈയും കൂടി ഫ്ലോപ്പ് ആവോ ഇല്ലേ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഓക്കെ, നാളെ കാണാം. ബൈ ഓൾ.